ഹായ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് നോജിൻ എന്നാണ്. ഇതെൻ്റെ യൂട്യൂബ് ചാനലിലെ ഒരു പ്രത്യേകമായ വീഡിയോ തന്നെയാണ്. ഞാൻ എല്ലാവരെയും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടും പറയുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഷെയർ സബ്സ്ക്രൈബും ചെയ്യുക. എന്തിനായാലും ഒരു കാര്യം പറയാനാണ് ഞാൻ ഈ വീഡിയോ ഓർക്കുന്നത്. എൻ്റെ സ്വർഗസ്ഥനായ പിതാവിനെക്കുറിച്ച് എനിക്ക് അതിയായ സ്നേഹവും സന്തോഷമുണ്ട് പറയാനായിട്ട്. അപ്പം പിതാവിൻ്റെ മക്കളായിട്ട് ജീവിക്കാനായിട്ടാണ് നമ്മൾ ഓരോരുത്തരും വിളിക്കപ്പെട്ടതും. അങ്ങനെ തന്നെയാണ് താനും. അങ്ങനെ തന്നെയാണ് നമ്മൾ പിതാവിൻ്റെ മക്കളാണ്, പുത്രിപുത്രന്മാരാണ്. ഈശോ മാത്രമല്ല, നമ്മളെല്ലാവരും അങ്ങനെ തന്നെയാണ്. ദൈവത്തിൻ്റെ അംശം നമ്മളിലുണ്ട്. ആ ഒരു അംശം നമ്മളിലുള്ളിടത്തോളം കാലം നമ്മൾ ദൈവത്തിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടേ ഇരിക്കേണ്ടതാണ്. പിന്നെ മരണം എന്ന ഒരു പ്രക്രിയയിലൂടെ നമ്മൾ ദൈവസന്നിധിയിലേക്ക് തിരിച്ച് എത്തുകയാണ്. അപ്പോൾ നമ്മൾ ചെയ്ത കാര്യങ്ങളെല്ലാം അവിടെ അന്ത്യതല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മരിച്ചു കഴിയുമ്പം ഉടനെ തന്നെ ഒരു വിധി ഉണ്ടാകും. അതാണ് തനത് വിധി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു വിധിയും കൂടി ഉണ്ട്, ഏറ്റവും ലാസ്റ്റ്. അതാണ് അന്ത്യവിധി. കാലം അത് അങ്ങനെയാണ് സഭ പഠിപ്പിക്കുന്നത്, കത്തോലിക്ക സഭ പഠിപ്പിക്കുന്നത്. അപ്പം തനത് വിധിയുടെ സമയത്ത് നമുക്ക് വന്നുപോയ കുറവുകൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവിടെ എന്ത് ചെയ്യുക, നോക്കും. അതനുസരിച്ച് മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് സ്വർഗത്തിലേക്ക് കയറണമെങ്കിൽ പ്യുവർ വൈറ്റ്, അതായത് അത്രയും പരിശുദ്ധി ഉണ്ടെങ്കിൽ മാത്രമേ സ്വർഗത്തിലേക്ക് കയറാൻ പറ്റത്തുള്ളൂ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എൻ്റെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. സ്വർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു കളങ്കമോ ഒന്നും ഉണ്ടാകാത്ത എനിക്ക് സന്തോഷമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിതാവിനെ കാണാൻ പറ്റുക, അതുപോലെ തന്നെ സ്വർഗസ്ഥനായ പിതാവിനെ കാണാൻ പറ്റുക, ഈശോ, പരിശുദ്ധാത്മാവ്, പരിശുദ്ധ കന്യാമറിയം, എല്ലാവരും നല്ല നമ്മൾ കാണേണ്ട ആൾക്കാർ തന്നെയാണ്. അപ്പം എന്താ പറയുക, ഐ എം വെരി ഹാപ്പി ടു സീ ദാറ്റ്. പിന്നെ എന്താ പറയുക, ദൈവം ഓരോരുത്തർക്കും ഓരോന്നും എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ കടന്നു വന്ന വഴികൾ ഏകദേശം നിങ്ങളിൽ കുറച്ച് പേർക്കൊക്കെ അറിയാമായിരിക്കും. എന്തിനായാലും അതിലൂടെ ഞാൻ കടന്നു പോകണമെന്നുള്ളത് ദൈവനിശ്ചയമായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം അതിലൂടെ കടന്നു പോയാലേ, അതായത് സ്വർണം അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നത് പോലെ ഓരോ ആത്മാവും സഹനത്തിലൂടെയും ഒക്കെ കടന്നു പോകുമ്പം കൂടുതൽ കൂടുതൽ ഊർജ്ജസ്വലരും വെണ്മയുള്ളതുമായിട്ട് മാറാണ്. സ്വർണത്തിൻ്റെ മാറ്റ് കൂടുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ആത്മാവിൻ്റെയും മനസ്സിൻ്റെയും ആ ഒരു മേന്മ കൂടുകയാണ് ചെയ്യുന്നത്. പിതാവിലേക്ക് ഓരോ സഹനത്തിലൂടെയും നമ്മൾ കടന്നു പോകുമ്പോഴും അതിന് ദൈവത്തിന് നന്ദി പറഞ്ഞ് മുന്നോട്ട് പോകും തോറും നമ്മുടെ ആത്മാവിന് ഒത്തിരിയേറെ എന്താ പറയുക സന്തോഷം ഉണ്ടാകുന്നുണ്ട്. നമ്മളത് അറിയുന്നില്ല എന്ന് മാത്രം. ഇതൊക്കെ പറയാനായിട്ട് ഞാൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊന്നും എനിക്കറിയില്ല. പക്ഷേ ഇത് പറയണമെന്ന് എൻ്റെ മനസ്സ് തോന്നി. എനിക്ക് എൻ്റെ പിതാവിനെക്കുറിച്ച് സംസാരിക്കാനായിട്ട് മാത്രം എടുക്കുന്ന വീഡിയോ ആണിത്. എൻ്റെ പിതാവ്, സ്വർഗസ്ഥനായ പിതാവ്, എൻ്റെ പിതാവ് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്. പിന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മനുഷ്യരെ അത്ര വിലമതിക്കുന്നത് കൊണ്ടാണ് ഈശോയെ തന്നെ, സ്വന്തം പുത്രനെ തന്നെ അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. ഞാൻ പറഞ്ഞത് ഒരു പോസ് വന്നതിന് ശേഷമാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യരെ അത്ര അധികമായി സ്നേഹിക്കുന്നത് കൊണ്ടാണ് സ്വന്തം പുത്രനെ തന്നെ ഭൂമിയിലേക്ക് അയക്കുന്നതും അതനുസരിച്ച് ക്രമീകരിക്കുന്നതും എല്ലാം. സ്വന്തം പുത്രൻ പീഡ അനുഭവിക്കുന്നത് കാണുമ്പോൾ ഏതൊരു പിതാവിനും സഹിക്കാൻ കഴിയില്ല. പ്രത്യേകിച്ച് ഒരു തെറ്റ് പോലും ചെയ്യാതെ പീഡകൾ ഏൽക്കുമ്പോൾ അത് വിലമതിക്കുന്നതാണ്.
ഈശോ ഒരിക്കലും തെറ്റ് ചെയ്തതിൻ്റെ പേരിലല്ല ഈശോ ഇത്രയും പീഡകൾ സഹിച്ചത്. ഈശോ പീഡകൾ സഹിച്ചത് മനുഷ്യരായ നമ്മളെല്ലാവരും ചെയ്ത പാപങ്ങൾക്ക് പരിഹാരമായിട്ടാണ്. പിന്നെ പിതാവിനോട് കൂടുതൽ അടുപ്പമുള്ളവരായിരിക്കാം. ഇങ്ങനൊരു കാര്യം പറയാം. ജോബിൻ്റെ ജീവിതം നമുക്ക് ഒരു ഉദാഹരണമായിട്ട് എടുക്കാം. ജോബ് ഒരു കാര്യം പറയുന്നുണ്ട്, ജോബിൻ്റെ നീതീകരണം. ജോബ് കർത്താവിനോട് പറഞ്ഞു, അങ്ങേക്കെല്ലാം സാധിക്കുമെന്നും അങ്ങയുടെ യാതൊരു ഉദ്ദേശവും തടയാനാവുകയില്ലെന്നും ഞാൻ അറിയുന്നു. 42-ാം അധ്യായം ജോബിൻ്റെ പുസ്തകം 42-ാം അധ്യായം 1-2 വാക്യങ്ങളാണ് ഇത്. അപ്പം കർത്താവിൻ്റെ ഉദ്ദേശം തടയാനായിട്ട് യാതൊരുവിധ ശക്തിക്കോ ഒന്നിനും കഴിയില്ല. പൈശാചിക ശക്തിയൊക്കെ നമ്മളെ തടസ്സപ്പെടുത്തിയാലും അതിനൊരു പരിധിയുണ്ട്. അത് ദൈവം അലൗ ചെയ്യാതെ, അതായത് ദൈവം അനുവദിക്കാതെയല്ല നമ്മുടെ ജീവിതത്തിൽ അത് വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. എന്ത് തന്നെയായാലും ദൈവം നമ്മുടെ കൂടെയുണ്ട്. പിന്നെ നമ്മളെന്തിനാണ് പേടിക്കുന്നത്? സത്യം പറയാലോ, ഈ ഭൂമിയിലേക്ക് ഞാൻ എന്തിനാണ് വന്നതെന്ന് എനിക്ക് 2017 ഡിസംബർ മാസം വരെ എനിക്കറിയില്ലായിരുന്നു. ഞാൻ ആ ഡേറ്റ് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്തോ പറയാൻ തോന്നി. ഡിസംബർ മാസം വരെ. അത് കഴിഞ്ഞ് പിന്നെ എൻ്റെ ജീവിതത്തിൽ ഞാൻ വിചാരിക്കാത്ത സംഭവങ്ങളൊക്കെ നടന്നു. അങ്ങനെ ജീവിതത്തിലൂടെ കടന്നു പോകുന്ന സമയത്ത് എന്നെ ദൈവത്തെ ഞാൻ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് ഇപ്പോൾ എനിക്ക് മനസ്സിലായി, എൻ്റെ പിതാവ് എന്നെ ഉപയോഗിക്കുകയായിരുന്നു. എൻ്റെ മനസ്സ്, എൻ്റെ ശരീരം, എൻ്റെ കണ്ണ്, എൻ്റെ വാക്ക്, എൻ്റെ നോക്ക് എല്ലാം മനസ്സിൽ നിന്ന് വരുന്നതാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ നമ്മുടെ മനസ്സിനെ അത്രയും പ്യൂരിറ്റിയോടെ കൊണ്ടുപോയി നടക്കണം എന്നുള്ളത് അത്രയും വിലപ്പെട്ടതാണ്. മനസ്സാണ് പ്രധാനപ്പെട്ടത്. പിന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഇപ്പം നമ്മൾ വെള്ളം എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ചെളി എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ കെമിക്കലായിട്ടുള്ള എണ്ണമയമുള്ള എന്തെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, പൊങ്ങിക്കിടക്കും. അതുപോലെ തന്നെ പല ലിക്വിഡ്സിലും വെള്ളത്തിലും അത് ഇപ്പോൾ പെട്രോൾ ഒഴിച്ച് കഴിഞ്ഞാൽ അത് മേളിൽ പൊങ്ങിക്കിടക്കും. അങ്ങനെ കുറേ കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ തിന്മയിൽ നിന്നും വേർതിരിച്ച് നിൽക്കേണ്ട ആൾക്കാരാണ്. പ്രത്യേകിച്ച് ക്രിസ്ത്യാനികളെന്ന് ഞാൻ പറയുന്നില്ല, എല്ലാവരും തിന്മയിൽ നിന്നും മാറി നിൽക്കേണ്ടതാണ്. പിന്നെ ഈ മതം അതൊന്നും ദൈവസന്നിധിയിൽ നമ്മൾ ചെയ്യുന്ന തിന്മയ്ക്ക് ഒരിക്കലും മാറ്റം വരുത്തില്ല. എല്ലാ മക്കളും ദൈവത്തിന് മുമ്പിൽ ഒന്നാണ്. മതങ്ങൾ സൃഷ്ടിക്കപ്പെട്ടത് ദൈവത്തിൻ്റെ അറിവോടെയാണ്. നമ്മൾ നന്മ ചെയ്യുക, തിന്മയിൽ നിന്നും വഴിമാറി നടക്കുക, ഇതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ദൈവത്തിലേക്ക് കൂടുതൽ അടുക്കുക. അതിപ്പോൾ ഏത് പേരിൽ അറിയപ്പെട്ടാലും, ഈശോ എന്നറിയപ്പെട്ടാലും, പിതാവായ ദൈവം എന്നറിയപ്പെട്ടാലും, പരിശുദ്ധാത്മാവായ ദൈവം എന്നറിയപ്പെട്ടാലും, ഇനിയിപ്പോൾ അതല്ല ശിവൻ, വിഷ്ണു, ബ്രഹ്മാവ് ഇങ്ങനെ അറിയപ്പെട്ടാലും, എങ്ങനെ അറിയപ്പെട്ടാലും അത് ദൈവത്തിൻ്റെ അംശമാണ്. ദൈവത്തിൻ്റെ ജ്ഞാനമാണ് ഓരോരുത്തരിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ നന്മ ചെയ്യാം. അത് ഏത് മതത്തിൽപ്പെട്ടതല്ല, സഹോദരങ്ങൾക്ക് നന്മ ചെയ്യാനായിട്ട് നമ്മൾ മുൻകൈ എടുത്ത് നിൽക്കാം. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവമേ. ഈ വചനം അല്ലെങ്കിൽ ഇവിടെ എൻ്റെ എൻ്റെ സംഭാഷണം കേട്ടുകൊണ്ടിരുന്ന എല്ലാവരെയും ദൈവത്തിൻ്റെ കാരുണ്യത്തിന് സമർപ്പിക്കുന്നു. ദൈവമേ, ഞങ്ങൾ ചെയ്ത എല്ലാ പാപങ്ങളും അങ്ങയുടെ കാരുണ്യം കൊണ്ട് മാറ്റിമറിക്കണമേ. ഞങ്ങൾക്ക് കിട്ടിയ ഓരോ സാധനം അങ്ങയുടെ ഇഷ്ടപ്രകാരമാണെന്നും അത് ഞങ്ങൾക്ക് അങ്ങയിലേക്ക് കൂടുതൽ അടുപ്പിക്കാനാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. പിതാവേ, എല്ലാത്തിനും അങ്ങേക്ക് നന്ദി സമർപ്പിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഇനി എന്നാണ് വീഡിയോ ഇറക്കുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷേ ഒരു കാര്യം പറയാണ്, ബൈബിൾ എടുത്ത് വായിക്കുക. ബൈബിൾ വായിക്കുമ്പോൾ നമുക്ക് കുറേ അറിവ് കിട്ടും. പിന്നെ ഒരു കാര്യം ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നതാണ്, ഒരു പുസ്തകം, ചെറിയൊരു പുസ്തകം ഇതുണ്ടോ, കുരിശിൻ്റെ വഴി. നമ്മുടെ ജീവിതത്തിലെ ഓരോ സഹനത്തിലും നമ്മൾ പോകുമ്പം ഈശോയുടെ കുരിശിൻ്റെ വഴി ഒന്ന് ചൊല്ലിപ്പോകുമ്പോൾ നമുക്കത് പെട്ടെന്ന് മാറുന്നതാണ്. അപ്പോൾ ശരി, ഓക്കെ, എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.
ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പം ശരി, ടാറ്റാ, ബൈ ബൈ.